നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി പ്രസ് ക്ലബ്ബും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി നിർമ്മിത ബുദ്ധി മാധ്യമ പ്രവർത്തക ശില്പശാല സംഘടിപ്പിച്ചു. തൊടുപുഴ ഡിവൈഎസ്പി സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ യൂത്ത് ലീഗ് നേതാക്കളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത്, വിവിധ സംഘടനകൾ, സ്കൂളുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് കർക്കിടക വാവ്. വിവിധ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. കർക്കിടക വാവു ബലിതർപ്പണം നടത്തിയത് ആയിരങ്ങൾ. വിജയുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം. അസം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 22,000 രൂപ. വാർത്തകൾ വിശദമായി. ഇടുക്കി പ്രസ് ക്ലബ്ബും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി നിർമ്മിത ബുദ്ധി മാധ്യമ പ്രവർത്തക ശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ശില്പശാല തൊടുപുഴ ഡിവൈഎസ്പി സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ്ബ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായി ചേർന്ന് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കായി നിർമ്മിത ബുദ്ധി ശില്പശാല നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡിവൈഎസ്പി സജി മാർക്കോസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തന മേഖലയിൽ AI ടൂളും മാറിവരുന്ന സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിന്റെ പൊതുനന്മയെ മുൻനിർത്തിയാകണം. വാർത്തകൾ നൽകുമ്പോൾ അവയുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനൊപ്പം മനുഷ്യത്വപരമായ സമീപനം പരിഗണിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലം മാറി, ഇപ്പോൾ ഡിജിറ്റൽ യുഗം പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെല്ലുവിളിയാണ്. അപ്പോഴാണ് നിങ്ങൾ AI ടൂളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കാനും വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കാനും ഇതിൻ്റെ ഭാരവാഹികൾക്ക് സാധിച്ചത് വളരെ വലിയ കാര്യമാണ്. കാരണം ഈ ഓരോ വീഡിയോ AI ടൂൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോ സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും കഴിയില്ല. കാരണം ഒരു വാർത്ത സൃഷ്ടിക്കാൻ പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല രീതിയിൽ എല്ലാം എഡിറ്റ് ചെയ്യും. പക്ഷേ അതിലൊരു മനുഷ്യൻ്റെ വേദനകളോ പ്രയാസങ്ങളോ മനസ്സിലാക്കുന്ന ഒരു സാധനമായിരിക്കില്ല കിട്ടുന്നത്. നമ്മൾ പറയുന്ന സാധനം അവർ അടിച്ചു തരും. ഒരു മനുഷ്യൻ്റെ എങ്ങനെ ഒരു വിഷയം, ഇപ്പോൾ CA കുറിച്ചോ അല്ലെങ്കിൽ DYSPനെ കുറിച്ചോ അല്ലെങ്കിൽ SPയെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചോ നമ്മൾ എഴുതുമ്പോൾ അതിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം AIക്കില്ലല്ലോ. അപ്പോൾ അവർ തരുന്ന വാർത്ത അതേ രീതിയിൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരമാണ്, ആ സമയത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും എങ്ങനെ ഇത് നല്ല രീതിയിൽ സമൂഹത്തിന് പ്രയോജനം, വളരെ നല്ലൊരു സാങ്കേതിക വിദ്യയാണ്. AI നല്ലതാണ്, അത് ഉപയോഗിക്കുന്നത് എത്ര ChatGPT ഒക്കെ വരുന്ന ചെറിയത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ പോലും ഉള്ള ടൂൾസ് ഉണ്ട് അല്ലേ സാറേ? ഏതാണ് ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പോലുമുള്ള ടൂളുകളുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് പോലീസിന് വരെ വളരെ വെല്ലുവിളിയാണ്. കള്ളന്മാർക്ക് വേറെ എന്താ പറയാ, ഈ കാര്യങ്ങളൊക്കെ കള്ളന്മാർക്ക് അറിയാം. ഡാർക്ക് വെബിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് കള്ളന്മാരത്. ഭയങ്കര സാങ്കേതിക വിദ്യകളോടുകൂടി പഠിച്ചു വരുന്ന ഹൈടെക് കള്ളന്മാരെ. പണ്ട് നമ്മൾ കള്ളന്മാരെ കാണുന്നത് എന്താണ്? മുഷിഞ്ഞ വസ്ത്രവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു രൂപഭാവമാണ് കള്ളം. ഇപ്പം കള്ളന്മാർക്ക് അങ്ങനെ രൂപഭാവമൊന്നുമില്ല. അവർ ഏറ്റവും വെൽ ഡ്രസ്സറാണ്. ഫ്ലൈറ്റിൽ വന്നിറങ്ങി മോഷ്ടിച്ചിട്ട് ഫ്ലൈറ്റിന് പോയിട്ട് വലിയ ഡൽഹിയിലൊക്കെ പോയിട്ട് വലിയ ഫ്ലാറ്റിൽ പോകാൻ അവിടുത്തെ വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. അവർ വരിക, ഫ്ലൈറ്റിൽ വന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുക, ടാർഗറ്റ് ചെയ്യുക, മോഷ്ടിക്കുക, പോവുക. അവിടെ നിന്നിട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് വരാൻ പോലും പറ്റില്ല. ആ കോളനിയിലുള്ള ആളുകൾ മൊത്തം നമ്മളെ പറയും. ഹൈടെക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കള്ളന്മാർ പോലും ഫ്ലൈറ്റിൽ വന്നിട്ട് മോഷ്ടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. മാധ്യമ പ്രവർത്തകരെ ശരിക്കും പറഞ്ഞാൽ ഒരു സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളത് AI ടൂളിനെ കുറിച്ചും മാറി വരുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ചും അത് മനസ്സിലാക്കി എങ്ങനെ അത് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ അവതരിപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ മനുഷ്യത്വം കൂടി ചേർന്നുകൊണ്ട് പ്രയോഗിച്ചാൽ അത് വലിയൊരു വിപ്ലവമാണ്. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇടുക്കി ഏരിയ ഡയറക്ടർ നോബി സുദർശൻ ജേർണലിസവും AI ടൂളുകളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് PK ലത്തീഫ്, ട്രഷറർ ആൽവിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി, കമ്മിറ്റി അംഗങ്ങളായ VV നന്ദു, ഷിയാസ് ബഷീർ,
അനീഷ് ടോം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ നടപടി. അൻഷാദ് കുറ്റ്യാനി, PM ബാവ എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ ജില്ലയിൽ ലീഗിൽ നിലനിൽക്കുന്ന വിഭാഗീയത രൂക്ഷമായി. തൊടുപുഴ വെസ്റ്റ് കോടിക്കുളത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാക്കളായ അൻഷാദ് കുറ്റ്യാനി, PM ബാവ എന്നിവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ ജില്ലയിൽ ലീഗിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും രൂക്ഷമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളെ പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന നേതാവിനെ കഴിഞ്ഞ ആഴ്ച വഴിയിൽ തടഞ്ഞത്. വെസ്റ്റ് കോടിക്കുളത്തെ ലീഗ് കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നേതാക്കൾ. ഇതേ തുടർന്നാണ് യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായത്. സംസ്ഥാന നേതൃത്വം അറിയാതെയുള്ള ഏകപക്ഷീയമായ ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം ഭാരവാഹികൾ പ്രതികരിച്ചു. പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രികയിൽ ഇടുക്കി ജില്ലാ കോളത്തിൽ ഒരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹി കോടിക്കുളം യൂത്ത് ലീഗിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ PM ബാവയെയും അൻഷാദ് കുറ്റ്യാനിയെയും പാർട്ടി സസ്പെൻഡ് ചെയ്തു, പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്ത. എന്താണ് അതിൻ്റെ കാരണമെന്ന് യൂത്ത് ലീഗിൻ്റെ തൊടുപുഴ നിയോജക പ്രസിഡന്റായ ഞങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ആരും ചർച്ച ചെയ്യുകയോ ഇങ്ങനൊരു നടപടി ഉണ്ടാകുമെന്നോ ഒന്നും ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷമായി മുസ്ലിം ലീഗ് ജയിക്കുന്ന വാർഡിൽ ലീഗ് മത്സരിച്ച സീറ്റിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി മൃഗീയമായ വോട്ടിന് അവിടെ പരാജയപ്പെടുകയുണ്ടായി. സ്ഥാനാർത്ഥി തന്നെ അതിൽ ആ ഇലക്ഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ പെട്ട ഒരാൾ നമ്മുടെ പാർട്ടിക്കെതിരെ പണിയെടുത്ത് വോട്ട് മറിച്ച് തോൽപ്പിച്ചതാണെന്ന പരാതിയുമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പരാതിയാണത്. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾക്ക് പരാതി കൊടുക്കുകയും തോറ്റുപോയ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയുമായി കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരായ അൻഷാദ് കുറ്റ്യാനിയും PM ബാവായും അവരടങ്ങുന്ന സംഘങ്ങൾ രംഗത്ത് വരികയുണ്ടായി. ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്ക് പരാതി കൊടുത്തിട്ട് തീരുമാനമാകത്തിനാൽ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പരാതി എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതിന് ഒരു നടപടിയും എടുക്കാതെ, അതായത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ അവിടെ പല കമ്മിറ്റികളും പല കൺവെൻഷനുകളും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ കൂടി പാർട്ടിയെ വീണ്ടും അറിയിച്ചു. ഞങ്ങൾ വെള്ളഞ്ചിറയിലെയും കോടിക്കുളത്തെയും ആളുകളെല്ലാം കൂടി ഇതാണ് ഞങ്ങളുടെ തീരുമാനം, ഈ ആൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ ഇനി ഒരു കാലത്ത് ഈ പാർട്ടിയുടെ സീറ്റ് തിരിച്ചു കിട്ടില്ല എന്ന് വരെ പാർട്ടി ജില്ലാ ഘടകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായി. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി ഈ പറയുന്ന കക്ഷിക്ക് ഔദ്യോഗികമായിട്ട് പാർട്ടി തൊടുപുഴ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയിലേക്ക് ഒരു സ്ഥാനം കൊടുക്കുകയും ഈ പരാതി ഉന്നയിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ ഈ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി തീർക്കുകയാണ് ചെയ്തത്. അതിന് മുന്നോടിയായി അവിടെ പാർട്ടിയുടെ ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു പരിപാടി വയ്ക്കുകയും ആ പരിപാടിയിലേക്ക് നേതാക്കന്മാരെ കണ്ട കാര്യങ്ങൾ പറയാൻ പോയ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ചാണ് നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾ ഇവിടെ തടയാൻ ശ്രമിച്ചത്. ആ ഒരൊറ്റ കാരണമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇന്ന് 2 പ്രവർത്തകരെ പുറത്താക്കിയതിനകത്ത് ഒറ്റ കാരണമാണ് ഇവർ പറയുന്നത്, പാർട്ടിയിലെ നേതാക്കന്മാരെ തടഞ്ഞു. ഒരു പാർട്ടിയുടെ നേതാക്കന്മാരെ ആരും തടഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പരിപാടി നടന്നിടത്ത് പാർട്ടി നേതാക്കന്മാർ വന്ന വേദിയിൽ പരാതി പറയാൻ പോയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെയാണ് ഇവർ ഏകപക്ഷീയമായി ഇന്ന് പുറത്താക്കിയത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുമായി പല പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം ഈ ഇടുക്കി ജില്ലയിലുണ്ട്. ഒരിക്കലും ഇന്നത്തെ ഈ നടപടി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആരാധനീയ പ്രിയപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. PM സലാം സാഹിബ് അറിഞ്ഞുകൊണ്ടല്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ നടപടിക്കെതിരെ തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വിവിധ പഞ്ചായത്ത് മേഖലകളിലെ ഭാരവാഹികളെ ഒപ്പിടിച്ച് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം സംസ്ഥാന കമ്മിറ്റി കാണാൻ തന്നെ ഞങ്ങൾ തീരുമാനം. ഈ ഏകപക്ഷീയമായ നിലപാട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്ന കാര്യമല്ല. കാരണം പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ സമരം ചെയ്യുകയും ഒരാളുടെ പേരിൽ 10ഉം 20ഉം കേസുള്ള 2 പ്രവർത്തകരെയാണ് നിലവിൽ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി ഈ പുറത്താക്കപ്പെട്ട ഈ യൂത്ത് ലീഗുകാർക്ക് ഉണ്ടാവും എന്ന് പറയാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാരി സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ 9-ന് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തൽ. ദേവമാതാപടിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്ത്, വിവിധ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാരി സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ എം ഈശ്വരൻ, ബോസ് പി മാത്യു, ഡെയ്സി ജോയി, എം എൻ ഹരിക്കുട്ടൻ, റോയി അമ്പഴച്ചാലിൽ, അബീഷ് ഐസക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൽ നമുക്ക് വ്യാപാര വ്യവസായ സംഘങ്ങൾ, നമുക്ക് രാജ്യമാരിലുള്ള നല്ല കുറേ നാട്ടുകാരെല്ലാവരുടെയും സപ്പോർട്ടും സഹായങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും നമുക്ക് കിട്ടാനുണ്ട്. അത്രയും ദൂരത്തിൽ നമുക്ക് നല്ല ഒരു 80ാമത്തെ സ്വാതന്ത്ര്യദിനം നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് ഇത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരങ്ങൾ അത് നടത്തി കൊണ്ടുവരും. അതിന് എല്ലാവരുടെ കൂടി സന്തോഷമുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അടിമാലി കഴിഞ്ഞാൽ ലോ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു പഞ്ചായത്താണ് രാജകുമാരി. രാജകുമാരിയുടെ പ്രൗഢി വിളിച്ചോതുന്ന സ്വാതന്ത്ര്യദിനാഘോഷ റാലി നടത്തുന്നു. റാലിയോടൊപ്പം പൊതുസമ്മേളനമുണ്ട്. സ്വാതന്ത്ര്യദിന സന്ദേശം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരനാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സാംസൺ തോമസ്, ഡീൻ ഓഫ് മരിയൻ കോളേജ് കുട്ടിക്കാനം, മോട്ടിവേഷൻ സ്പീക്കറാണ്. അതുപോലെ മുഴുവൻ ജനപ്രതിനിധികളും, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും, അതുപോലെ CDS ADS സംഘങ്ങളും, അതുപോലെ 80ാമത് ദിനത്തോടുകൂടി 80 പേര് ഫ്ലാഗ് പിടിച്ച് മുൻനിരയിൽ നിന്ന് റാലിയെ നയിക്കുന്നതാണ്. റാലിയിൽ അണിനിരക്കുന്ന മികച്ച സ്കൂളുകൾ, മികച്ച കുടുംബശ്രീ, മികച്ച സ്വയം സഹായ സംഘം, മികച്ച സ്ഥാപനം, വാഹനാലങ്കാരം, നിശ്ചല ദൃശ്യം എന്നിവയ്ക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകും. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിക്കും. രാവിലെ 9-ന് പഞ്ചായത്ത് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തൽ. 9:15-ന് മോൺഫോർട്ട് സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വാഹന വിളംബര റാലി അജേഷ് മുകളിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 10-ന് ഹോളി ക്യൂൻസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന സ്വാതന്ത്ര്യദിന റാലി എം എൻ ഹരിക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 11-ന് മോൺഫോർട്ട് സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ്. തുടർന്ന് ദേവമാതാപടിയിൽ തയ്യാറാക്കിയ സ്റ്റേജിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി അധ്യക്ഷയാകും. പഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടിക്കാനം മരിയൻ കോളേജ് ഡീൻ ഡോക്ടർ സാംസൺ തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ കൺവീനർ ബോസ് പി മാത്യു സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഐ അബീഷ് നന്ദിയും പറയും. KJ സിജു, വിമലാദേവി മോഹനൻ, VV ജോഷി, P രാജാറാം, നിഷ ജോർജ്, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും. തുടർന്ന് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ. കഴിഞ്ഞ മഴയിൽ വൻ പ്രളയത്തിന് കാരണമായ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് തോട്ടിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്കിടം വിദഗ്ധർ സന്ദർശിച്ചു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരാണ് സ്ഥലം സന്ദർശിച്ച് പരിശോധനകൾ നടത്തിയത്. നെല്ലിപ്പാറ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി കാമാക്ഷി പാറക്കടവ് തോട്ടിൽ നിർമ്മിച്ച ചെക്ക് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ മഴയിൽ പ്രദേശത്ത് വൻ പ്രളയമുണ്ടാവുകയും സമീപത്തെ വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കാൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാർ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കുകയും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തത്. ആവശ്യമായ ഫണ്ട് വകയിരുത്തി എസ്റ്റിമേറ്റിൽ ഭേദഗതികൾ വരുത്തി ചെക്ക് ഡാം പുതുക്കിപ്പണിയുന്നതിനും തോടിന് വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനും ധാരണയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ തോമസ്, അഡ്വക്കേറ്റ് ഷെബിൻ തോമസ് എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പദ്ധതിയുടെ ഗുണഭോക്താക്കളും നാട്ടുകാരും പങ്കെടുത്തു. നിലവിലുള്ള തോടിൽ നിന്ന് കുറച്ചുകൂടി വീതി കൂട്ടി നിലവിലുള്ള ആ തോടിൻ്റെ കെട്ട് ഒരു 1.65 മീറ്റർ വീതിയിലെടുത്ത് ഇരു സൈഡും ഒരു പാലത്തിൻ്റെ ഈ കെട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് 50 മീറ്റർ വീതം 100 മീറ്ററും മറ്റ് വീടിരിക്കുന്ന ഭാഗം 100 മീറ്റർ നീളത്തിൽ രണ്ട് ഇരുവശവും 200 മീറ്റർ അങ്ങനെ 300 മീറ്റർ സൈഡും കെട്ടി നൽകുമെന്നാണ് അതിൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും വരും കാലഘട്ടങ്ങളിൽ ഇനിയും അടുത്ത ഒരു പ്രളയം വന്നാലോ കൂടുതൽ മഴ ഉണ്ടായാലോ ആ വീടുകൾക്ക് കേടുപാടുണ്ടാകുകയും അവിടുത്തെ കൃഷിസ്ഥലം സംരക്ഷിച്ച് പോകുന്ന രീതിയിലേക്കുള്ള നടപടിക്ക്
പഞ്ചായത്തും സഹകരിച്ച് നിൽക്കും. അതോടൊപ്പം തന്നെ മൈൻ ഇറിഗേഷൻ വകുപ്പുമായി കൂടിച്ചേർന്നുകൊണ്ടും ഒരു സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് അവർ കിക്ക് ആവശ്യപ്പെട്ടിരുന്നു. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിലും സംസാരിച്ച് ഞങ്ങൾ അടിയന്തര നടപടി പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിച്ച ബഹുമാനപ്പെട്ട MLA-യോടും MP-യോടും ഒക്കെ ആലോചിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വരും എന്ന് സൂചിപ്പിക്കാൻ അവസരം വിനിയോഗിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പെരിയാർ നദീതീരത്തെ ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നടത്തിയത് ആയിരങ്ങൾ. വെളുപ്പിന് 4 മണി മുതൽ ബലിതർപ്പണത്തിനായുള്ള വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതാണെന്ന് ശാസ്ത്രം. കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു എന്നതാണ് ഹൈന്ദവ വിശ്വാസം. ഭൂമിയിലെ 1 മാസം അവർക്ക് 1 ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം എന്ന വിശ്വാസത്തിലാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടത്തുന്നത്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾക്കൊപ്പമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വമക ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത ശിവക്ഷേത്രത്തിലും കർക്കിടക വാവ് ബലിതർപ്പണവും പിതൃനമസ്കാരവും നടന്നത്. ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ദിന പ്രത്യേക പൂജകൾക്ക് ശേഷം പുലർച്ചെ 4 മണിയോടുകൂടി പിതൃനമസ്കാരത്തിനും കർക്കിടക വാവ് ബലിതർപ്പണത്തിനും തുടക്കമായി. തങ്ങളുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയ ശേഷം ബലിവസ്തുക്കൾ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്ത് മുങ്ങിക്കയറി ക്ഷേത്രത്തിലെത്തിയ ശേഷമാണ് ബലിതർപ്പണം നടത്തിയ ഭക്തജനങ്ങൾ മടങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ക്ഷേത്രമക തത്വമസി ഓഡിറ്റോറിയത്തിലായിരുന്നു ബലിതർപ്പണത്തിനായി സൗകര്യമൊരുക്കിയിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സേവനങ്ങളും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി വെളുപ്പിന് 4 മണി മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കർക്കിടക വാവ് ദിന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ P. നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈവസ്വത വന്ദന്തരേ കലിയുഗേ കലിപ്രദമേ പാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ കലിയുഗേ കലിപ്രദമേ പാദേ മേരോ ദക്ഷിണ പാർശ്വ ശതാബ്ദേ ചന്ദ്രസൗരമാനസേ ദക്ഷിണായനേ വർഷകൃതോ കൃഷ്ണപക്ഷേ അമാവാസ്യ പുണ്യേ തിഥൗ. പ്രമുഖ കാർമ്മികൻ ചങ്ങനാശ്ശേരി പായിപ്പാട് VA ശശികുമാറിന്റെ കാർമ്മികത്വത്തിലാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടന്നത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1-ന്റെ ഭാഗമായുള്ള കർഷക ദിനാചരണം 17-ന് രാവിലെ 10:30 രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1-ന്റെ ഭാഗമായുള്ള കർഷക ദിനാചരണം 17-ന് രാവിലെ 10:30 രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടക്കും. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് സംയുക്തമായി വലിയ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 17-ാം തീയതി രാവിലെ 11 മണിക്ക് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ ഉടുമ്പൻചോലയുടെ ബഹുമാന്യായ MLA സേനാപതി വേണു സാറ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ആ വേദിയിൽ മികച്ച 14 കർഷകരെ ആദരിക്കപ്പെടുന്നതും അതോടൊപ്പം ജില്ലയിലേക്ക് സെലക്ഷൻ ചെയ്യപ്പെട്ട 2 കർഷകരും ഒരു കുട്ടി കർഷകനെയും ആദരിക്കുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത 2026 UN അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ഇതിനോടൊപ്പം തന്നെ ആചരിക്കപ്പെടുന്നുണ്ട്.
പഞ്ചായത്തിലെ 14 വാർഡുകളിലെ മികച്ച ഒരു കർഷകനെയും പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനെയും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള നേട്ടം കൈവരിച്ച് ജില്ലയിലേക്ക് സെലക്ഷൻ ലഭിച്ച 2 കർഷകരെയുമാണ് ചടങ്ങിൽ ആദരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ BS ഇന്ദുലേഖ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് PK ബിജോയ് നന്ദിയും പറയും. വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം G ശങ്കർകുമാർ, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, വിപിൻ C അഗസ്റ്റ്യൻ, P രാജാറാം, ജോഷി കന്യാക്കുഴി, സാജു എബ്രഹാം, ബിജി സന്തോഷ്, മാത്യു സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിക്കും. കിങ്ങിണി രാജേന്ദ്രൻ, BS ഇന്ദുലേഖ, ജോഷി കന്യാക്കുഴി, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, സാജു പഴപ്ലാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർക്കിടക വാവു ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ ആലുവ മണപ്പുറത്തെത്തി. പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി പുലർച്ചെ മുതൽ തന്നെ പെരിയാർ തീരത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കുണ്ട്. കർക്കിടക വാവിനോടനുബന്ധിച്ച് പെരിയാർ തീരത്ത് സജ്ജീകരിച്ചിട്ടുള്ള 40 താൽക്കാലിക ബലിത്തറകളിൽ പുലർച്ചെ തന്നെ ബലിതർപ്പണം ആരംഭിച്ചു. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5 മണിയോടെ ചടങ്ങുകൾ നടന്നു. മഴയില്ലാത്തത് ഭക്തർക്ക് ആശ്വാസമായി. മണപ്പുറത്തെ ചെളി കുറഞ്ഞതോടെ ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനുമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. പെരിയാറിലെ ജലനിരപ്പ് ഉയരാത്തതിനാൽ ഭക്തർക്ക് പുഴയിലിറങ്ങി ബലിതർപ്പണം നടത്തുവാനും സാധിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ വരുന്നുണ്ട്. ഇടുക്കിയിലാണ് വീട്. ഇടുക്കി ഇവിടെ ജോലി ചെയ്യുകയാണ്, എറണാകുളത്ത്. അപ്പോൾ ഇവിടെ വന്ന് ഇടണമെന്ന് ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം വന്ന് ഈ വർഷവും വരാൻ പറ്റും. ആലുവ ഏറ്റവും നല്ല സന്തോഷം തരുന്നത്. തോട്ടമേഖലയായ വണ്ടിപ്പെരിയാർ മഞ്ചുമല ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. 2 മാസക്കാലമായി മേഖലയിൽ നാശം വിധിക്കുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടി ഒന്നും തന്നെ ആയില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ തിരികെ പോവാത്തതിനാൽ ജോലിക്ക് പോലും പോവാത്ത അവസ്ഥയാണുള്ളതെന്നും അടിയന്തര നടപടി വേണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ 4-5 മാസക്കാലമായിട്ട് മഞ്ചുമല, പുതുവല്ല്, പുതുലയം, 57 മൈൽ, രാജമടി ഭാഗത്തൊക്കെ ആനയുടെ ശല്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ഒരു വിഷയം വരുമ്പോൾ അന്നേരം ഫോറസ്റ്റുകാരെ വിളിച്ച് പറയുമ്പോൾ വരിക, വന്ന് ഓടിച്ചു വിട്ടിട്ട് അങ്ങ് പോവുക. നിരന്തരമായിട്ട് ആന ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തോ ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല. കാരണം ഇപ്പം പൊതുജനങ്ങൾ പല രീതിയിലാണ്. വേലയ്ക്കൊക്കെ പണിക്കൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് ചേരാനുള്ള ഒരു സാഹചര്യമല്ല. കാരണം പേടിച്ച് പണിക്ക് പോലും പോകാതെ വീട്ടിൽ കിടക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ കൃഷിക്കാരാണെങ്കിൽ പറമ്പുകളിലെല്ലാം ഉള്ള ഏലമൊക്കെ വെച്ച് അത്യാവശ്യം അവരുടെ ജീവിതമാർഗം നോക്കുന്ന ആ ഏലമെല്ലാം ചവിട്ടിപ്പൊളിച്ച് നാശമാക്കി ഇട്ടിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് നമ്മൾ വരുമ്പോൾ അവർ വന്ന് ഓടിച്ച് ആ കാട്ടിലോട്ട് വിട്ടിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാകുന്നു. അതുപോലെ ഇന്ന് നിരന്തരമായിട്ട് എന്നും വരുന്നതിനേക്കാൾ ഇന്ന് വെളുപ്പിന് 6 മണിക്ക് ജനസഞ്ചാരം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ വെച്ച് ആനയെ കണ്ട് വിളിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വന്ന് അധികാരികൾ ഇന്ന് കാണിച്ച ഒരു രീതി ഇവിടുത്തെ നാട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതി. കാരണം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് കുറേ ദൂരം ഇറങ്ങി എല്ലായിടം ഇറങ്ങി നോക്കിയിട്ട് ബാക്കി ഉള്ള സ്ഥലത്ത് കാണാൻ വേണ്ടി ഈ ആനയെ കണ്ടുപിടിക്കാൻ നാട്ടുകാരുന്നപ്പോൾ ഫോറസ്റ്റുകാർക്ക് ഇവിടെ സാറന്മാർ വന്നവർക്ക് അത് ഉത്തരവാദിത്തമില്ലാതെ ഞങ്ങളെ ഇടവഴിക്കിട്ടിട്ട് അവർ വന്ന വഴിക്ക് തിരിഞ്ഞു പോകുന്ന ഒരു രീതി, ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുവിൽ ഈ നാട്ടുകാർ മുഴുവൻ പേരെ ഞങ്ങൾ ഇറക്കി ഞങ്ങൾക്കിത് അടിയന്തരമായ തീരുമാനം സർക്കാരായാലും ശരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എടുത്ത് തന്നില്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് ഇതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് അതിൻ്റെ തീരുമാനം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇടപെട്ട കേസാണ്. പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള അധികാരികളെല്ലാം ഇതിൽ ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു പരിധിയുണ്ട്, പരിധി വിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായി ഇത് കേൾക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നവരായാലും ശരി, മന്ത്രി ആയാലും ശരി, ആരായാലും ശരി, ഇത് കേട്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള തീരുമാനം എടുത്തു തരണം. ഞങ്ങളൊരു 100-200 കുടുംബത്തിൻ്റെ ഭാവി വെള്ളത്തിലാകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. താഴ്വായി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഈ ആന ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ കണ്ടെത്തുവാനുള്ള തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ കാലതാമസം നേരിട്ടതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നീണ്ടകരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സാഹചര്യത്തെക്കുറിച്ച് വകുപ്പിനോ സർക്കാരിനോ വ്യക്തമായ ധാരണയില്ലായിരുന്നെന്നും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരച്ചിൽ പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയാണ് പ്രധാന പ്രശ്നമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
നമ്മൾ കാണേണ്ടത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് വീഴ്ചകൾ ആദ്യഘട്ടത്തിൽ സംഭവിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് വേറെ ന്യായീകരണമൊന്നുമില്ല. കാരണം ഇവിടെ ഇത്തരം ഘട്ടങ്ങൾ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായി ഇടപെട്ട് പരിചയമുള്ള അനുഭവമുള്ള വകുപ്പും ഉദ്യോഗസ്ഥരുമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രസ്താവന രാജീവ് ചന്ദ്രശേഖർ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ് ഒരു മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ സഹായം വേണം എന്ന് പറഞ്ഞു. താൻ ഇടപെട്ടു, അങ്ങനെ സഹായങ്ങൾ ഉറപ്പുവരുത്തിയെന്നാണ്. എന്തൊരു ബോഷ്കാണെന്ന് നോക്കണം. ഇവിടെ ഏതെല്ലാം ദുരന്തങ്ങൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ആ ദുരന്തങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി സഹായിച്ചിട്ടില്ല. ആ സഹായങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ? സംസ്ഥാന ഗവൺമെൻറ്റിന് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുമല്ലോ. നമ്മളെ ഏജൻസികൾ, സംസ്ഥാന ഏജൻസികൾ എത്രമാത്രം താല്പര്യത്തോടെ ഇടപെടുന്നോ അതിലൊട്ടും കുറയാതെ, ചിലതിൽ അതിൽ കൂടുതൽ താല്പര്യത്തോടെ ഇടപെട്ട അനുഭവമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം ആ ഘട്ടത്തിൽ അതിന് ശേഷം നമ്മൾ അനുമോദനവും നൽകിയതാണ്. അങ്ങനെയുള്ളൊരു അനുഭവം കൊണ്ടൊരു സംസ്ഥാനത്ത് പറയുകയാണ്, ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പിന്നീട് സഹായത്തിന് തയ്യാറായത്. എന്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല? ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ ആവശ്യമായ കേന്ദ്ര ഏജൻസികളെല്ലാം ഇടപെടുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഘട്ടം അതിനൊന്നും ഉപയോഗിക്കേണ്ട സമയമല്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാതിരിക്കുന്നത്. അതിൻ്റെ ഘട്ടമല്ല ഇത്. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നീടും പറയും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ വ്യാജ ഐഡിയിൽ നിന്നും വന്ന വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ കട്ടപ്പനയിൽ ജോലിക്കെത്തിയ അസം സ്വദേശിക്ക് നഷ്ടമായത് 22,000 രൂപ. ഇവർ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയയുടെ വ്യാജ ഐഡിയിൽ നിന്നും വന്ന വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ കട്ടപ്പനയിൽ ജോലിക്കെത്തിയ അസം സ്വദേശിക്ക് നഷ്ടമായത് 22,000 രൂപ. കഴിഞ്ഞ ദിവസമാണ് അസം സ്വദേശി പ്രദീപ് കണ്ടുലോനയുടെ മകൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ വിജയയുടെ വ്യാജ ഐഡിയിൽ നിന്നും ഹിന്ദിയിൽ വാട്സ്ആപ്പ് സന്ദേശം എത്തിയത്. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരപ്പെടുത്തി തരാമെന്നറിയിച്ചു. ഇതിൻ പ്രകാരം തങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് തുക അനുവദിച്ചതായും പണം ലഭിക്കണമെങ്കിൽ 6,000 രൂപ നൽകണമെന്നും സന്ദേശമെത്തി. പ്രദീപിനെ അറിയിക്കാതെ ഭാര്യയും മകനും ചേർന്ന് പണം നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് 6 തവണകളിലായി 22,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. വീണ്ടും ഇവർ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രദീപ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഈ മാസം 3-ാം തീയതി ശരി ഇതായിരുന്നു. ഒരു പൈസ നമ്മൾ ഒരാൾ വിളിച്ചു. വാട്സാപ്പിൽ ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വരുമ്പോൾ മോനും വൈഫും മറ്റേ കോൾ എടുക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ പാവപ്പെട്ടക്കാർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എത്ര ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ നിങ്ങളിലേക്ക് വേണ്ടി സഹായിക്കാം, പൈസ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ മോനും വൈഫും പറഞ്ഞ് നമ്മൾ വീട് ആസാം നമ്മൾ ഒരു ചെറിയ വീട്ടുണ്ടാക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് ചേട്ടന് നല്ല കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ ചെറിയ വീട്ടുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം സാറ് നിങ്ങൾ നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് തന്നാൽ മതി, നമ്മൾ വീട്ടിൽ ഇച്ചിരി ഉണ്ടാക്കാൻ പോവുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു അപ്പം ശരി, അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഒരു 6,000 രൂപ ആദ്യമേ ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം എന്തോ ഒരു ടാക്സൊക്കെ പറഞ്ഞു. അപ്പം 6,000 രൂപ അയച്ചു കൊടുത്തു. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഫേക്ക് ഐ ഡി ആയിരുന്നു, അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ 6,000 രൂപ ആദ്യം അയച്ചു കൊടുത്തു. വീണ്ടും 10,000 രൂപ അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ 22,000 രൂപ മൊത്തം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അമാർ വീണ്ടും വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറേ വോയിസ് മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം ആ പൈസ പോയി. പക്ഷേ നമുക്കിപ്പം നല്ല ഒരു ടെൻഷനിൽ നമ്മൾ കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ വിജയ് തലപതി സാർക്ക് പറഞ്ഞിട്ട് അമാർ എന്നെ തന്നെ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് അവർ വിറ്റിച്ച് നോക്കുന്നുണ്ട്, അത് നമുക്ക് അറിയത്തില്ല. അപ്പം വിജയ് തലപതി സാറ് എങ്ങനെയുണ്ടെങ്കിൽ സൈബർ ക്രൈം ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ച് മതി. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സഹായിച്ച് നമ്മൾ പൈസ എങ്ങോട്ട് പോയിട്ടുണ്ട് അത് നമുക്ക്
ഇച്ചിരി നോക്കിയാൽ മതി, അതേ നമ്മൾ പറയാനുള്ളൂ. അഞ്ചുകുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ എത്തിച്ചേർന്നിരുന്നു. ബലിതർപ്പണത്തിന് എത്തിച്ചേർന്നവർക്ക് ബലികർമ്മങ്ങൾക്ക് ശേഷം പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിരുന്നു. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ 2023-2026 BCA വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു. ചടങ്ങ് ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് മാനേജർ റവറന്റ് ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് സ്വാഗത പ്രസംഗം നടത്തി. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ 2023-2026 BCA വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണി സെന്റ് ജോസഫ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു. റോയ് കെ പൗലോസ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് മാനേജർ ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഫാദർ ബോബിൻ കുമരേട്ട് ബിരുദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫാദർ ഡോണി കുറുവന്താനത്ത്, സിന്ധു PS എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ജിയോ കുര്യൻ നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി പ്രസ് ക്ലബ്ബും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി നിർമ്മിത ബുദ്ധി മാധ്യമ പ്രവർത്തക ശില്പശാല സംഘടിപ്പിച്ചു. തൊടുപുഴ DYSP സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ തടഞ്ഞ യൂത്ത് ലീഗ് നേതാക്കളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത്, വിവിധ സംഘടനകൾ, സ്കൂളുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് കർക്കിടക വാവ്. വിവിധ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. കർക്കിടക വാവു ബലിതർപ്പണം നടത്തിയത് ആയിരങ്ങൾ. വിജയുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം. അസം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 22,000 രൂപ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.